മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. ദൈവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട പരിശുദ്ധമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ദേവാലയത്തിൽ അമ്മയുടെ സംരക്ഷണയിൽ നമ്മളെ ഓരോരുത്തരെയും ഈശോ ഒരുമിച്ച് കൂട്ടിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് മരിയൻ ഉടമ്പടി ധ്യാനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 ഇതുപോലുള്ള ഒരു ദിവ്യകാരുണ്യ ആരാധനാ മധ്യേ പരിശുദ്ധമ്മ ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും ദുരന്തങ്ങൾ വരുന്നു, പ്രാർത്ഥിക്കണം എന്ന സന്ദേശം കൈമാറിക്കൊണ്ട് വ്യക്തിജീവിതത്തിൻ്റെ, കുടുംബങ്ങളുടെ, സമൂഹത്തിൻ്റെ, പ്രകൃതിയുടെ എല്ലാ ദുരന്ത മേഖലകൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവാനുള്ള സവിശേഷ പ്രേക്ഷിത ദൗത്യം അച്ഛനിലൂടെ ലോകത്തിന് കൈമാറുകയായിരുന്നു. അന്നു മുതൽ കൃപാസന മാതാവിൻ്റെ തിരുനടയിലേക്ക് ശരണപ്പെട്ട് പ്രാർത്ഥനയുടെ കുപ്പകരവുമായി ഓടിയണയുന്ന ആയിരക്കണക്കിന് മക്കൾ ജീവിത ദുരന്തങ്ങളെ അമ്മയിലൂടെ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതങ്ങൾക്ക് ദൈവാനുഭവവും പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗദുരിതങ്ങൾക്ക് സൗഖ്യവും ആശ്വാസവും പ്രകൃതിയുടെ സംരക്ഷണവും അമ്മയിലൂടെ സവിശേഷമാം വിധം ഉടമ്പടി ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നത് ആയിരക്കണക്കിന് മക്കൾ ഈ നാളുകളിൽ സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധമായ അതേ സന്നിധാനത്തിലാണ് ഓഫ്ലൈനായും ഓൺലൈനായും നാം ഓരോരുത്തരും ഈ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുക. ഏതൊരു നിയോഗത്തോടും പ്രാർത്ഥനയോടും കൂടിയാണോ ഉടമ്പടി മാതാവിൻ്റെ ഈ തിരുസന്നിധാനത്തിലേക്ക് നാം അണഞ്ഞിരിക്കുക, അതൊക്കെയും ഈ നിമിഷങ്ങളിൽ ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ നമുക്ക് സമർപ്പിക്കാം. രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി, കടബാധ്യതകൾ വിടുതൽ ലഭിക്കുന്നതിന് വേണ്ടി, കോടതി വ്യവഹാരങ്ങൾക്ക് പരിഹാരം ലഭിക്കുന്നതിന് വേണ്ടി, സ്ഥലസംബന്ധമായ വിഷയങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഒരുങ്ങിക്കിട്ടുന്നതിന് വേണ്ടി, കുടുംബത്തിൽ സമാധാനം ലഭിക്കുന്നതിന് വേണ്ടി, തൊഴിലിടങ്ങളിൽ സുരക്ഷിതത്വവും വരുമാന വർധനവും ലഭിക്കുന്നതിന് വേണ്ടി, പരീക്ഷകൾക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടി, വിദേശ യാത്രകൾ വേഗത്തിൽ സുഗമമാകുന്നതിന് വേണ്ടി, ദമ്പതികൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി, വൈവാഹിക ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും മാറിപ്പോകുന്നതിന് വേണ്ടി, സന്താന സൗഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടി, വിവാഹം നടക്കുന്നതിന് വേണ്ടി, ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെടുന്നതിന് വേണ്ടി, അനുതാപത്തോടെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതിന് വേണ്ടി, ആത്മീയ വിശുദ്ധിക്ക് വേണ്ടി, നിത്യതയെ ലക്ഷ്യം വെച്ച് ഈ ലോക ജീവിതം നയിക്കുന്നതിന് വേണ്ടി, നമ്മുടെ ഓരോ ജീവിത മേഖലകളെയും സാമൂഹ്യ മേഖലകളെയും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് കൃപാസന മാതാവിൻ്റെ സംരക്ഷണം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. 2015 മുതൽ ഉടമ്പടി എടുത്തുപോയിട്ടുള്ള എല്ലാ വ്യക്തികളെയും, കുടുംബങ്ങളെയും, സ്ഥാപനങ്ങളെയും, സഹോദരങ്ങളെയും, മക്കളെയും ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന ഇന്നത്തെ എല്ലാ സാഹചര്യങ്ങളിലും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ വലിയ സംരക്ഷണം ജീവിത വിഷയങ്ങൾക്ക് പരിഹാരമായി ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ ഉടമ്പടി ജീവിതത്തെ നമുക്ക് ഈശോയുടെ ദിവ്യകാരുണ്യ സന്നിധിയിൽ പരിശോധിക്കാം. അതിന് വന്നിരിക്കുന്ന വീഴ്ചകൾ, അലസതകൾ അതൊക്കെ മാറിപ്പോകുന്നതിന് വേണ്ടി കൂടുതൽ വിശ്വസ്തയോടുകൂടി, കൂടുതൽ തിഷ്ഠതയോടുകൂടി പരിശുദ്ധമ്മയുടെ പ്രേക്ഷിതരായി ഈ ലോകത്തിൽ ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നവരാകുവാൻ നമ്മുടെ ഉടമ്പടി ജീവിതങ്ങളെ ശക്തീകരിക്കുന്നതിന് നമ്മൾ എഴുതി സമർപ്പിച്ചിരിക്കുന്ന ഓരോ നിയോഗവും ഉടനടി പരിഹാരത്തിൻ്റെ അമ്മ നമുക്ക് അനുഗ്രഹമായി
ഈശോയിൽ നിന്ന് നേടിത്തരുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഉടമ്പടി ധ്യാനം നയിക്കുവാൻ പോകുന്ന ജോസഫ് അച്ഛനെ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. തിരുവചനത്തിലൂടെ അച്ഛന് ലഭിക്കുന്ന വെളിപ്പെടുത്തലുകളിലൂടെ ദൈവികമായ സന്ദേശം നമുക്ക് ഓരോരുത്തർക്കും കൈമാറുന്നതിന്, നമ്മുടെ ജീവിതങ്ങൾക്ക്, നമ്മുടെ കാലത്തിന്, നമ്മുടെ ദേശത്തിന്, പ്രപഞ്ചത്തിന് മുഴുവനും അച്ഛനിലൂടെ വെളിപ്പെടുന്ന സന്ദേശങ്ങൾ ദൈവാനുഭവത്തിൻ്റെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും കാരണമായി തീരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓഫ്ലൈനായി ഉടമ്പടിയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. തീർത്ഥാടകരായി അമ്മയുടെ തിരുമണ്ണിൽ എത്തിച്ചേരുകയും ത്യാഗത്തോടെ ഉടമ്പടി എടുത്ത് അമ്മയെ ഒരു നോക്ക് കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോരുത്തരുടെയും ജീവിതങ്ങളെ അമ്മ മാതാവ് സംരക്ഷിക്കുവാൻ വേണ്ടി, കണ്ണീരൊപ്പുവാൻ വേണ്ടി, ഏതൊക്കെ വലിയ പ്രശ്നങ്ങൾ, അസാധ്യമെന്ന് കരുതുന്നവ, ഏറെ നാളായി പ്രാർത്ഥിച്ചിട്ടും ഫലമില്ലാത്തവ, അതിനൊക്കെയും അമ്മ മാതാവിലൂടെ ഈശോയുടെ ദിവ്യകാരുണ്യം നമ്മളെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓൺലൈനായി ലോകത്തിൻ്റെ എല്ലാ ഇടങ്ങളിലും ഇരുന്ന് ഈ മണിക്കൂറുകളിൽ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേരുന്നവരെ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും ഈ നിമിഷങ്ങളിൽ അവരുടെ ഹൃദയത്തിൽ നിന്നും ഈശോയുടെ അരികിലേക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രാർത്ഥനകളെയും പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ, പ്രത്യക്ഷീകരണത്തിൻ്റെ മധ്യസ്ഥത്താൽ ഈശോ അവരെ ഓരോരുത്തരെയും സ്പർശിച്ച് അനുഗ്രഹിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി ഈശോയെ സ്തുതിച്ചുകൊണ്ട് ആഗ്രഹത്തോടെ, പ്രാർത്ഥനയോടെ ഈശോയെ ദിവ്യകാരുണ്യനാഥനെ നമ്മുടെ കൂട്ടായ്മയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഈ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക്, ഈ ഉടമ്പടി ധ്യാനത്തിലേക്ക് അവിടുന്ന് ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കുകയും ഞങ്ങളുടെ ജീവിത വിഷയങ്ങളെ ഏറ്റെടുക്കുകയും ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ചു തരികയും ദൈവകൃപയാൽ ആഴപ്പെടുത്തുകയും വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുവാനും അതുവഴി ദൈവാനുഗ്രഹം പ്രാപിക്കുവാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കുകയും ചെയ്യണമേ. ഇന്നേ ദിനം ഈ മണിക്കൂറുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തർക്കും ദൈവവചനത്തിലൂടെ, ജോസഫ് അച്ഛന്റെ സന്ദേശത്തിലൂടെ, അവിടുത്തെ സ്പർശനത്തിലൂടെ, സാന്നിധ്യത്തിലൂടെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സഹായത്താൽ ഓരോ വിഷയത്തെയും ഏറ്റെടുത്ത് അനുഗ്രഹിക്കുവാൻ ഈശോയെ അവിടുന്ന് ഞങ്ങളുടെ മധ്യേ സന്നിഹിതരായി സഹായിച്ച് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, മഹത്വം സ്തുതി സ്തുതി ആരാധന കർത്താവേ, ആരാധന ആരാധന മഹത്വം സ്തുതി കർത്താവേ. കൈകൾ വീശി ഉച്ചത്തിൽ പാടാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ മഹത്വം. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ.
സുഹൃദേ ആരാധന. ഉച്ചത്തിൽ പാടാം. ഹോസാന ഹല്ലേലൂയ, ഹോസാന ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതി, ആരാധന, മഹത്വം കർത്താവേ. നാളെ നൽകിയ ഓരോ നന്മകൾക്ക് നന്ദി കർത്താവേ. രോഗസൗഖ്യത്തിന് നന്ദി കർത്താവേ. ജീവിത പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് നന്ദി കർത്താവേ. അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നൽകിയ അവസരങ്ങൾക്ക് നന്ദി കർത്താവേ. ഹല്ലേലൂയ, സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന മഹത്വം കർത്താവേ. സ്തുതി, ആരാധന പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര ബുദ്ധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തുതി, ആരാധന, ആരാധന, മഹത്വം കർത്താവേ. രോഗക്ലേശങ്ങളാൽ പ്രയാസപ്പെടുന്നവർക്ക് സൗഖ്യം നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. ജോസഫച്ചന്റെ അധരങ്ങളിലൂടെ അവിടുത്തെ ദൈവിക സന്ദേശങ്ങൾ പങ്കുവച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തണമേ. നമ്മുടെ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ഓൺലൈനായി കൂടുന്നവരെയും ജീവിത അവസ്ഥകളിൽ അവിടുന്ന് സംരക്ഷിച്ച് സഹായിക്കണമേ. പരീക്ഷകൾക്ക് വിജയം നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതകളെ വിടുതൽ കൊടുത്ത് അവിടെ അനുഗ്രഹിക്കണമേ. ഈശോയെ സ്തുതി കർത്താവേ. ആരാധന മഹത്വം, ആരാധന ആരാധന കർത്താവേ. സ്തുതി മഹത്വം, മഹത്വം കർത്താവേ. ആരാധന മഹത്വം, സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധയമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അപേക്ഷകളും കൃപാസന മാതാവിന്റെ സംരക്ഷണയിൽ ദിവ്യകാരുണ്യനാഥന് ഇപ്പോൾ സമർപ്പിക്കാം. വി പി ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന യേശുവേ, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി ആരാധന മഹത്വം കർത്താവേ, യേശുവേ നന്ദി, യേശുവേ ആരാധന, മഹത്വം 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 കർത്താവേ, സ്തുതി സ്തുതി കർത്താവേ, ആരാധന മഹത്വം മഹത്വം കർത്താവേ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ഉച്ചത്തിൽ പാടാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, സമാധാന സന്തോഷം സമാധാന സന്തോഷം കൈകൾ ഉയർത്തി നല്ലവനവൻ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ സഹായിക്കണമേ. എല്ലാ തകർച്ചകളിൽ നിന്നും അവരെ സഹായം നൽകണമേ. കർത്താവേ സ്തുതി, കർത്താവേ ആരാധന, ആരാധന, ആരാധന കർത്താവേ, മഹത്വം കർത്താവേ, സ്തുതി ആരാധന, ആരാധന. കൂടാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, പ്രാർത്ഥന ശ്രദ്ധയുള്ള പ്രാർത്ഥന ഹരിക്കും രോഗി ഉച്ചത്തിൽ പാടാം. നല്ലവനവൻ അവനവൻ ആരാധിക്കുമ്പോൾ സൗഖ്യം,
ആരാധിപ്പോ ആരാധിപ്പോ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. സ്തുതി ആരാധന മഹത്വം ദേശങ്ങളെയും മോചിപ്പിക്കണമേ. എല്ലാ കുടുംബങ്ങൾക്കും സമാധാനം നൽകണമേ. അവിടുത്തെ അത്ഭുതകരമായ പരിചികരം ആണിപ്പെടുത്താറുന്ന കരം ഓരോ കരുണയായിരിക്കണമേ. തടസ്സങ്ങളെ മാറ്റി കൊടുക്കണമേ. തൊഴിൽപ്പുറങ്ങളുടെ രോഗങ്ങൾക്ക് സൗഖ്യം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കൈകൾ മാറ്റി മാറ്റി വെക്കണം. നെഞ്ചിൽ വെക്കണം, വയറിൽ വെക്കണം, കഴുത്തിൽ വെക്കണം. എവിടെയൊക്കെ ഇപ്പോൾ സ്പോണ്ടിലോസിന് അസുഖമുള്ളവർ പിൻകഴുത്തിൽ വെക്കണം, തൈറോയിഡിന് അസുഖമുള്ള കഴുത്തിൽ വെക്കണം. ശിരസ് മൊത്തം വേദനയും ബ്ലോക്കും ഉള്ളവർ ശിരസിൽ വെക്കണം. നെഞ്ചുവേദനക്കാർ ഹാർട്ടിന് ബ്ലോക്കുള്ളവർ ഹാർട്ടിൽ വെക്കണം. കരളുകാരനുള്ളവർ നെഞ്ചിനെ കൊണ്ട് താഴെ വെക്കണം. ഉദരരോഗികൾ വയറിൽ വെക്കണം. അതിലൊക്കെ കുഞ്ഞുങ്ങളില്ലാത്തവർ അടിവയറ്റിൽ വെക്കണം. അതുപോലെ എവിടെയാണ് രോഗം അവിടെയാണ് കൈവച്ച് മാറ്റി മാറ്റി വെക്കേണ്ടത്. അത് മാതാവിൻ്റെ മധ്യസ്ഥയിലാണ് ഞാൻ വെക്കുന്നത്, ഈശോൻ്റെ നാമത്തിലാണെന്ന് ഓർത്താൽ മതി. എന്ന് പറഞ്ഞ് ഞാൻ കൈകൾ എൻ്റെ ശരീരത്തിൽ വെക്കുന്നു, അതെൻ്റെ അമ്മയുടെ മധ്യസ്ഥയിലാണ്, അതെൻ്റെ ഈശോൻ്റെ നാമത്തിലാണ്. ഇനി നിങ്ങൾക്ക് രോഗം ഇല്ലെന്ന് വിചാരിച്ചോ, നിങ്ങളുടെ ബന്ധുക്കൾക്കോ വീട്ടുകാർക്കോ ആർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്ക് രോഗം ഉണ്ടായാലും അവർ നിങ്ങളുടെ ജാമ്യം, ഇപ്പം ജിൻസി അല്ലേ, ജിൻസിയുടെ ജാമ്യത്തിലല്ലേ പ്രിൻസിക്ക് അനുഗ്രഹം കിട്ടിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ട്രാൻസ്ഫറബിളാണ്. നിങ്ങളുടെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ കർത്താവ് നിങ്ങളുടെ അടിസ്ഥാനത്തിൽ വീണ്ടെടുക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തുതി ആരാധന സ്തുതി സ്തുതി കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ കൈകൾ മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കണം. അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ജനറലായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഓരോ വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കും. അപ്പം അതനുസരിച്ച് മക്കൾ ഈ വളരെ ജാഗ്രതയുള്ളവരായിരിക്കണം. കർത്താവ് നിങ്ങളെ തൊടുന്ന അടിപ്പിണർ പോലെ വൈതാഖാനം പോലെ ദൈവികമായ ശക്തി ഓർക്കുക. അപ്പം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അൾത്താറിൽ കർത്താവ് ദിവ്യകാരുണ്യം ജ്വലിച്ചു നിൽക്കുന്ന സ്വർഗീയമായ നിമിഷങ്ങളിലേക്ക് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിങ്ങൾ വന്നതല്ല, നിങ്ങളെ കർത്താവ് വരുത്തിയതാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൃപയിലാണ് നിങ്ങൾ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ തിരുമുറപാർന്ന് വലതുകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിൽ വെക്കണേ പ്രാർത്ഥിക്കുന്ന കർത്താവ് ശിരസിൽ വെക്കണമേ. കർത്താവ് ശിരസിന് ബ്ലോക്കുള്ളവരെ, ശിരസ് ക്യാൻസർ ഉള്ളവരെ ഇപ്പോൾ കർത്താവ് നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് ദൈവത്തിൻ്റെ കണ്ണ് സ്പർശിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തിയിലേക്ക് അടിപ്പിണർ പോലെ വൈതാക്കാലം പോലെ ദൈവികമായ ശക്തി എനിക്ക് ഒഴുകട്ടെ. കർത്താവേ, ഈ നിമിഷം സ്പർശിക്കണേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. ഉദര രോഗികൾ, ഉദരത്തിൽ പുണ്ണുള്ളവർ കർത്താവേ. അൾസർ രോഗികളെ സ്പർശിക്കണേ കർത്താവേ. അൾസർ രോഗികളെ സ്പർശിക്കണേ കർത്താവേ. അരസസ് രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. നടുവേദനക്കാരെ സ്പർശിക്കണമേ കർത്താവേ. ഈശോ കുടലിപ്പ് കുരുക്കുള്ളവരെ സ്പർശിക്കണേ കർത്താവേ. കോളം രോഗികളെ സ്പർശിക്കണേ കർത്താവേ. ഈശോ എല്ലാ മക്കളെയും ശ്രദ്ധ നിൻ്റെ ദൈവികമായ ശക്തി കൊടുക്കട്ടെ കർത്താവേ. കരരോഗികളെ സ്പർശിക്കണമേ, ഉദരരോഗികളെ സ്പർശിക്കണമേ, ഹൃദയരോഗികളെ സ്പർശിക്കണമേ, തൈറോയ്ഡ് രോഗികളെ സ്പർശിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ അപ്പാ അങ്ങേപ്പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപ്പാ കൈകൾ നീട്ടണമേ. അങ്ങേപ്പുത്രൻ യേശു ക്രിസ്തു നാമത്തിൽ അടയാളം സംഭവിക്കട്ടെ. അപ്പാ സ്വർഗീയപ്പാ അങ്ങേപ്പുത്രനായ യേശു ക്രിസ്തു നാമത്തില് നടുവേദനകള്, കിഡ്നി രോഗങ്ങള്, ഹൃദയ രോഗങ്ങള്, മക്കളില്ലാത്തവര്, വിവാഹമൊത്തു വരാത്തവര്, ജോലിയില്ലാത്തവര്, സാമ്പത്തിക തകർച്ചയുള്ളവര്, മക്കളെ കുറിച്ച് വേദന അനുഭവിക്കുന്നവര്, കേസാക്കപ്പെട്ടിരിക്കുന്നവര്, ജയിലായിരിക്കുന്നവര്, തടസ്സങ്ങളുള്ളവര്, സമാധാനമില്ലാത്തവര്, യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളത്തിൽ ജീവിത ദുരിതങ്ങള്, ജീവിത തടസ്സങ്ങള്, എല്ലാ ജീവിത ദുരിതങ്ങള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തെ കൈതാങ്ങില്ല ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തെ കൈതാങ്ങില്ല ലോകത്തിൽ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ചെറുതറിയേ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ചെറുതറിയേ. പെരുമഴ പോലും പെയ്യുന്നു, അത്ഭുതവും വിടുതലും ചെറുതറിയേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ ജോലിയില്ലാത്തവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ഏജ് ഓവറാകാൻ പോകുന്നവരെ, വിവാഹത്തിന് ഏജ് ഓവറായിരിക്കുന്നവരുണ്ട്, 39, 40, 45 വയസ്സൊക്കെ ഉള്ളവരുണ്ട്. അവരിവിടെ വിവാഹത്തിന് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ പാനൽ താരയിൽ ഓർക്കുന്ന കുടുംബത്തിലെ സാമ്പത്തിക ബാധ്യതകൾ വന്നിട്ടുള്ളവർ, വസ്തു വിൽക്കപ്പെടാത്തവർ, വസ്തുവില്ല, വീടുമില്ല, സ്ഥലവുമില്ലാത്തവർ, പോയി രക്ഷപ്പെടാൻ വേണ്ടി മക്കളുമില്ലാത്തവരുണ്ട്. ചിലക്കൊക്കെ മക്കളുണ്ട്, അവർക്ക് ജോലി കിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. ചിലർക്ക് അതുപോലും ഇല്ലാത്ത പ്രതീക്ഷയില്ലാത്തവരുണ്ട്. ദൈവമാണ് അവരുടെ പ്രതീക്ഷ. കർത്താവേ, നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. കർത്താവെ, ഗതി പിടിക്കാൻ ഒരു പ്രതീക്ഷ ബുക്ക് പോലും വകയില്ലാത്തവരുണ്ട്. എബ്രാഹാം പോലും കർത്താവെ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവനായിരുന്നു. അതുപോലെ ഒരു പ്രതീക്ഷയ്ക്ക് രക്ഷപ്പെടാനുള്ള പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തവരുടെ പ്രതീക്ഷ അങ്ങ് തന്നെയാണെന്നുള്ള ബോധ്യം പരിശുദ്ധയുടെ മാധ്യസ്ഥ ലഭിക്കട്ടെ. ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ട് പ്രയാസമിക്കുന്നവർ, കുഞ്ഞുങ്ങൾക്ക് ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ അഡ്മിഷൻ കിട്ടാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി ശമ്പളം തടഞ്ഞു വെച്ചിരിക്കുന്നവർ, ഉദ്യോഗം ഗവൺമെൻറ് അക്കൗണ്ട് പാസ്സാക്കാത്തവർ, അങ്ങനെ കേസാക്കപ്പെട്ടിരിക്കുന്നവർ, കോടതി കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നവർ, സാമ്പത്തിക ബാധ്യതകൾ വിഷമങ്ങൾ അനുഭവിക്കുന്നവർ, എല്ലാ മേഖലകളിലും കൃപാസ്ഥാനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥൽ യേശുവിൻ്റെ നാമത്തിൽ ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം സൗഖ്യം നൽകണമേ. സമാപന ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് മുട്ടുകുത്താം, കരങ്ങൾ കുപ്പി. ഉടമ്പടി ധ്യാനത്തിലൂടെ ഇന്നേ ദിനം പരിശുദ്ധമ്മ ഈശ്വരനാഥൻ നമുക്ക് വെളിപ്പെടുത്തിയ എല്ലാ സന്ദേശങ്ങളെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കാം. ഉടമ്പടി ജീവിതം ഹെവി ഡ്യൂട്ടി പ്രോജക്റ്റ് പ്രയറാണെന്ന് ധ്യാനത്തിൻ്റെ ആരംഭത്തിൽ നമ്മോട് സൂചിപ്പിച്ചു. നമ്മുടെ മെറിറ്റുകളൊക്കെ ഇല്ലാതാകുമ്പോൾ ഒരു മെറിറ്റുമില്ലെങ്കിലും ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വസ്തയോടെ ഉടമ്പടി ജീവിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ദൈവത്തെ അറിയിച്ചും ദൈവത്തെ അറിയുന്നവരെ അതിൽ ആഴപ്പെടുത്തിയും നമ്മുടെ ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തുമ്പോൾ കാരുണ്യ പ്രവൃത്തികളിലൂടെ ദൈവസ്നേഹത്തോടെ മറ്റുള്ളവരോട് ഇടപഴകുവാൻ തയ്യാറാകുമ്പോൾ
ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മ മാതാവ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ സൗഖ്യപ്പെടുത്തുന്ന, നിത്യം സഹായിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്താൽ, സ്പർശനത്താൽ നമ്മുടെ ജീവിത വിഷയങ്ങൾ എന്തു തന്നെയാണെങ്കിലും ഏറ്റെടുത്ത് നമ്മളെ അനുഗ്രഹിക്കുകയും നയിക്കുകയും ചെയ്യുമെന്ന് അച്ഛൻ്റെ സന്ദേശത്തിലൂടെ, ധ്യാനത്തിലൂടെ നാം ഇന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രിൻസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ കുറവുകളുണ്ടായിരുന്നിട്ടും, പ്രായത്തിൻ്റെ കുറവ്, വിശ്വാസ ജീവിതത്തിൻ്റെ തകർച്ച, ഒറ്റപ്പെട്ട് ജീവിക്കേണ്ടി വന്ന സാഹചര്യങ്ങൾ ഒക്കെ കുറവുകൾ പറയുവാൻ ഏറെ ഉണ്ടായിരുന്നിട്ടും ഉടമ്പടി തൈലം, ഉടമ്പടി എടുത്തൊരു വ്യക്തി വിശ്വാസപൂർവ്വം കുരിശടയാളം വരച്ച് നെറ്റിത്തടത്തിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ആ ജീവിതത്തിൽ വന്ന വലിയ മാറ്റങ്ങളെ മറ്റുള്ളവർ തനിക്ക് ലഭിക്കില്ല എന്ന് പറയുന്ന വിസയ്ക്ക് വേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവനാമത്തെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ, മഹത്വപ്പെടുത്തുമ്പോൾ അതെനിക്ക് അനുഗ്രഹത്തിന് കാരണമാകുന്ന ഉറച്ചു വിശ്വസിച്ച്, പ്രിൻസി ഇത് സമർപ്പിക്കുക, പ്രായമേറിയെങ്കിലും ഇതെനിക്ക് അനുവദിച്ച് കിട്ടുമെന്ന ഏജൻസിയോട് പറയുന്നതും, മകൾക്കത് ചുരുക്ക ദിവസങ്ങൾക്കുള്ളിൽ 6 ദിവസങ്ങൾക്കുള്ളിൽ അനുവദിച്ച് കിട്ടി അനുഗ്രഹിക്കപ്പെടുന്നതിനെയും നാം ഇന്ന് സവിസ്തരം ഉടമ്പടിയുടെ ഓരോ മേഖലകളിലൂടെയും കേട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നമ്മുടെ എല്ലാ രോഗാവസ്ഥകളെ, ജീവിത പ്രതിസന്ധികളെ, കുടുംബത്തിൻ്റെ എല്ലാ വേദനകളെ, തകർച്ചകളെ, പരീക്ഷയിലെ പരാജയങ്ങളെ, വിശ്വാസ ഓരോന്നും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് ഒരു നവസൃഷ്ടിയായി, വിശ്വസ്തയോടെ ഉടമ്പടി ജീവിക്കുന്ന ഒരു വ്യക്തിയായി, ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷ കൈമാറ്റം ചെയ്യുന്ന വ്യക്തിയായി എന്നെ തന്നെ ഞാൻ വളർത്തുകയും നയിക്കുകയും ചെയ്യുമെന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമുക്ക് വാക്കുകൊടുക്കാം. 40 വർഷത്തിലേറെ ഒരു വഴിക്ക് വേണ്ടി പരിശ്രമിച്ചിട്ട് അത് ലഭിക്കാതെ ഏറെ ക്ലേശിച്ച മകൻ ഷിബിൻ ഉടമ്പടി ഉപ്പ് വിശ്വാസത്തോടെ മണ്ണിൽ വിതറുകയും അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കൃപയാൽ വസ്തുവിൻ്റെ ഉടമ അവിടമെത്തി അവിടുന്ന് വഴി കൊടുത്തുകൊണ്ട് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അത്ഭുതങ്ങൾ അടയാളങ്ങളിലൂടെ ജീവിതത്തെ സുരക്ഷിതമാക്കുന്ന അമ്മ, കൂടെ നിന്ന് പ്രവർത്തിക്കുമെന്ന സാക്ഷ്യം ആ മകൻ്റെ ജീവിതത്തിലൂടെ നാം ഇന്ന് കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം അവസാനിച്ചുവെന്ന്, എത്ര ചോദിച്ചിട്ടും ലഭിക്കുന്നില്ല എന്ന് കരുതുന്ന എല്ലാ മേഖലകളെയും ഈശ്വര ദിവ്യകാരുണ്യത്തിന് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. രക്ഷിക്കുവാനാവാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. കർത്താവേ, ഞങ്ങളുടെ കണ്ണീര് അവിടുന്ന് ഉപ്പണമേ, ഞങ്ങളുടെ പ്രാർത്ഥനയെ അവിടുന്ന് കേൾക്കണമേ, ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ക്രമപ്പെടുത്തണമേ. ഉടമ്പടിയിൽ കൂടുതൽ വിശ്വസ്തയോടെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ വിഷയങ്ങളെയും അമ്മ മാതാവ് വഴി ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് കരം ഉയർത്തി, സ്വരം ഉയർത്തി ഒരുമിച്ച് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തുതി കർത്താവേ, ആരാധന ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഈ ധ്യാനം കൂടി പങ്കുചേരുന്ന മക്കൾ ഓരോരുത്തരെയും ആശീർവദിക്കണമേ. ജീവിത വിഷയങ്ങളുടെ മേൽ തീരുമാനം നൽകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആദ്യ മഹത്വം 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 മഹത്വം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന.